പക്ഷെ ഒരു വ്യത്യാസമുള്ളത് ഈ നിക്കോദമോസിന് അവന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ലായിരുന്നു. मगर एक ही फर्क था कि निकोदिमस को उसका समस्या समझ में नहीं आ रहा था. എന്താണ് എല്ലാവരുടെയും പ്രശ്നം? सबका समस्या क्या है? പഴയ മനുഷ്യന് पुराने मनुष्य ദൈവത്തിന്റെ പ്രമസിരിക്കാൻ परमेश्वर के बातों को समझ नहीं पा रहा है. മനുഷ്യന് അതായത് അങ്കിൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ? ഹലോ, ഇപ്പം പറഞ്ഞേ, കേക്കാമോ? ഇപ്പൊ കേക്കാം. പഴയ മനുഷ്യന് ദൈവത്തിന്റെ ജഡത്തിന് ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് ശത്രുത്വമാണുള്ളത്. पुराने मनुष्य को परमेश्वर की व्यवस्था से उसका दुश्मनी था. അതുകൊണ്ട് അതിന് ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തില്ല. और इसीलिए वो परमेश्वर के राज्य में प्रवेश नहीं कर सकता है. അത് എത്ര നല്ല പ്രവൃത്തികൾ നമ്മൾ ചെയ്താലും ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. इतने भी अच्छे भले काम हम करने पर भी परमेश्वर को उस शारीरिक अवस्था में हम पसंद नहीं करते हैं. ഓക്കെ, ഞാൻ അതൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. എന്താണ് ഈ ജഡത്തിന്റെ പ്രശ്നം? इस शरीर का समस्या क्या है करके फिर एक बार आपको गहराई में समझाऊंगा. ഓക്കെ, നിങ്ങൾ ചെറുപ്പകാലത്ത് ഓറഞ്ച് 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 തിന്നിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരും? आपने अपने बचपन में ऑरेंज खाए होंगे. सबने ऑरेंज या नारंगी खाया होगा, सब खाया होगा. ഈ ഓറഞ്ച് തിന്നുമ്പം അതിന്റെ എന്താ നമ്മൾ വെളിയിൽ കളയുന്നത്? हम जब हम खाते हैं तो उसका हम क्या चीज बाहर फेंकते हैं? എന്താ വെളിയിൽ കളയുന്നത്? उसका हम क्या बाहर फेंकते हैं? കുരു കുരു സീഡ്. उसके बीज को हम बाहर फेंकते हैं. അല്ലേ? എന്തിനാ വെളിയിൽ കളയുന്നത്? और क्यों बाहर फेंकता है? അത് വയറ്റിൽ പോയാൽ वो अगर हमारे पेट में चले जाएगा എന്ത് സംഭവിക്കും? क्या होगा? വേറൊരു ഓറഞ്ച് മരം നമ്മുടെ വയറ്റിലുണ്ടായി വരും. ഓർമ്മയുണ്ടോ അത്? ചെറുപ്പത്തിൽ എങ്ങനെ കേട്ടത്? क्योंकि अगर वो बीज हमारे पेट के अंदर जाएगा तो एक नया पेड़ उग के आएगा. उस प्रकार की बातें आपको याद होगा, आपने बचपन में सुने होंगे. അല്ലേ? എല്ലാ നാട്ടിലും അങ്ങനെ ആൾക്കാർ പറയും അല്ലേ? കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ ആൾക്കാർ പറയും പിള്ളേരെ തുപ്പിക്കളയാൻ വേണ്ടി. नहीं, बच्चों से हम सावधान रहने के लिए इन बातों को हम दुनिया के हर जगह पर इस बातें कहते हैं. പക്ഷെ ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവോ? मगर क्या इस प्रकार की बातें किसी के भी पेट में हुई होगी? ഇല്ല. नहीं. എന്നാൽ ഒരാൾക്ക് മാത്രം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. मगर एक व्यक्ति को इस प्रकार हुआ है. ആർക്കാന്ന് പറയാമോ? क्या आप जानते हो किसको हुआ है? ആദമിന്. आदम को ये हुआ है. ആദം ഒരു പഴം പറിച്ചു തിന്നതും आदम ने एक फल खाया, അത് അവന്റെ ഉള്ളിൽ വളർന്നു വന്ന് പാപം എന്ന വലിയൊരു മരം ഉണ്ടായി. और वो उसके अंदर बढ़कर पाप के रूप एक बड़ा वृक्ष के समान हो गया. ഒരു പഴം തിന്നിട്ട് ഇത്രയും വലിയ അബദ്ധം ഒരാൾക്ക് പറ്റുന്നത് അന്ന്. एक फल खाकर इतना बड़ा एक गलती एक व्यक्ति के लिए जिंदगी में उस दिन हुआ. ഇത് വെട്ടിക്കളയാനും പറ്റത്തില്ല. ये काट के फेंक भी नहीं सकता है. ഭയങ്കര പ്രശ്നമായി. एक बड़ा समस्या हो गया. പിന്നെ വേറെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ആദമിനുണ്ടായ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഇങ്ങനെയായിരുന്നു. എല്ലാത്തിന്റെ ഉള്ളിൽ ഓരോ മരമായിരുന്നു. और उसके बाद बड़ी दूसरा समस्या क्या है आप जानते हो? आदम के बाद जो भी उसके बच्चे पैदा हुआ उन सब के अंदर इस प्रकार का एक पेड़ पैदा हो गया. നമുക്ക് പഴമൊട്ട് തിന്നാൻ കിട്ടിയതുമില്ല, എന്നാൽ എല്ലാവരുടെ ഉള്ളിൽ ഈ മരം ഉണ്ടാവും ചെയ്യും. हम उस फल खा तो नहीं पाए, मगर हम सबके अंदर इस प्रकार एक पेड़ उत्पन्न हो गया. ഈ മരത്തെയാണ് നമ്മൾ പാപം എന്ന് വിളിക്കുന്നത്. इस पेड़ को हम पाप करके पुकारते हैं. മരത്തെ പാപമായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കിയേ. इस वृक्ष को आप पाप के साथ तुलना करके देखिए. മരം, इस पेड़, അതിന്റെ പഴങ്ങൾ ആണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് വിചാരിച്ചു. उसके फल जो है हम हमारे क्रियाओं से हम तुलना करके देखेंगे. നല്ല മരമാണെങ്കിൽ നല്ല പഴമായിരിക്കും. अच्छा फल है, अच्छा पेड़ है तो अच्छा फल देता है.
നമ്മുടെ നല്ല പഴമാണോ നല്ല മരമാണോ? क्या हम अच्छे पेड़ हैं या वृक्ष हैं? ഫലം നോക്കി അറിയാം. हमारे फल देखने से काफी है. സമ്മതിച്ചു ഇത്രയും? അപ്പൊ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പറ്റുന്ന ഒരു വലിയ പ്രശ്നം, अक्सर जब हम देखते हैं तो एक बड़ा समस्या जो दिखती है, ചില പഴങ്ങൾ നല്ലതും ചില പഴങ്ങൾ ചീത്തയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. कुछ फल अच्छा होता है और कुछ फल इस प्रकार सड़ा हुआ निकलता है. അങ്ങനെയല്ലേ നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത്? आप देखते हैं तो इस प्रकार आपको दिखता होगा. കുറച്ച് നല്ല പഴം ഉണ്ടാവുന്നുണ്ട്, കുറച്ച് മോശം പഴം ഉണ്ടാവുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? कुछ अच्छा फल होता है और कुछ खराब फल दिखता है. इसी प्रकार दिखता है ना? എത്ര പെർസെന്റ്? ഒരു 70-80% നല്ല പഴമല്ലേ? हो सकता है 70-80% अच्छा फल दिखता होगा. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചീത്ത പഴം ഉണ്ടാവുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? बीच में कभी कभी एक खराब फल उत्पन्न हो जाता है. എന്തൊക്കെയാ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വേണ്ടാത്ത ഫലങ്ങള്? हमारे अंदर जो खराब फल जो उत्पन्न होता है वो क्या क्या है? അനുസരണക്കേട്, इस प्रकार आज्ञा का उल्लंघन करने वाली बातें, കള്ളം പറയുന്നത്, झूठ बोलना. ഇതൊന്നും നമ്മൾ പരസ്യമായിട്ട് പറയല കേട്ടോ. ये सब बात हम इस प्रकार खुलेआम नहीं कहते हैं. ആ പാപങ്ങളൊക്കെ ഇലയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയുള്ളൂ. इस प्रकार की पाप सब उस पत्ते के पीछे छिप कर रहता है. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയുന്ന ചില പാപങ്ങളുണ്ട്, പറയട്ടെ? मगर औरों के सामने इस प्रकार खुल्लम खुल्ला बोलने वाले कुछ पाप है. मैं बताऊं? ദേഷ്യം വരുന്നുണ്ട് ബ്രദർ, അതെല്ലാവരും പറയും. हम कहते हैं मुझे गुस्सा आ रहा है. इस विषय हम सबसे बताते हैं. അത് വലിയ നാണക്കേടുള്ള പാപമല്ല, എല്ലാവർക്കും ഉണ്ട് കുറച്ചൊക്കെ. और ये कोई बड़ा शर्मिंदा की बात नहीं है, क्योंकि सबको थोड़ा गुस्सा तो आता है. എനിക്ക് നാളെ കുറിച്ചൊക്കെ ടെൻഷനൊക്കെ ഉണ്ട് പാസ്റ്ററെ എന്ന് പറഞ്ഞാൽ അതും എല്ലാവർക്കും ഉണ്ട് കുറച്ചൊക്കെ. അപ്പം ഇതിനകത്ത് വലിയ നാണക്കേടില്ലാത്ത ഫലങ്ങൾ മാത്രമേ നമ്മൾ വെളിയിൽ കാണിക്കുള്ളൂ. और मुझे पास्टर, मुझे कल के बारे में कुछ ज्यादा चिंतित होता है, थोड़ा ज्यादा टेंशन होता है. इस प्रकार की बातें सब कोई ज्यादा हमें शर्मिंदगाई की ओर नहीं ले जाता है. और इस प्रकार ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പാപത്തിന്റെ ഫലങ്ങളുണ്ട്. इस प्रकार की अनेक स्वभाव या पाप के फल है. ഇത് എവിടെന്നാ വന്നത് ഈ ഫലം? ये फल कहाँ से आया है? നമ്മൾ സാധാരണ മാനസാന്തരപ്പെടുമ്പം വെള്ളത്തിന്റെ അനുഭവമൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈ പഴം പറിച്ചു കളയുന്നതേ ഉള്ളൂ. और हम जब आमतौर से मन फिराते हैं तो उस जल का कोई अनुभव नहीं होता है. हम इस फल को तोड़ के फेंक देते हैं. പിന്നെ ആ പഴം ഉണ്ടായി വരും. फिर वो फल उत्पन्न होता है. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കർത്തൃമേശ എടുക്കുന്നതിന് മുമ്പാണ് എല്ലാവരും പഴം പറിക്കുന്നത്. हमारे गांव में तो प्रभु बोध से लेने से पहले इस प्रकार के फल को लोग तोड़ के फेंक देते हैं. പാസ്റ്റർ പറയും മര്യാദയ്ക്ക് എടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവും, അതുകൊണ്ട് നിങ്ങൾ ഉള്ള നേരത്തെ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞോളാൻ പറയും. 5-10 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ പഴം എല്ലാം പറിക്കും. നമ്മൾ പറയും ഞാൻ അവനോട് ദേഷ്യപ്പെട്ടിരുന്നു, ക്ഷമിക്കണേ, എന്ന് പ്രാർത്ഥിച്ചില്ല, ക്ഷമിക്കണേ, എന്ന് ബൈബിൾ വായിച്ചില്ല, ക്ഷമിക്കണേ, എന്റെ ഭാര്യയോട് ഞാൻ ചൂടായി, കർത്താവേ ക്ഷമിക്കണേ. ഇങ്ങനെ ആ പഴം എല്ലാം ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് പറിച്ചു കളയും. पास्टर कहते हैं प्रभु बोध के समय कि अगर सही रीति से, सही ढंग से इसके अंदर भाग नहीं लेंगे तो जिंदगी में बहुत तकलीफ होगा, तकलीफ का सामना करना पड़ेगा. इसलिए हम वहीं बैठ के हे परमेश्वर मुझे माफ कर दो, मैंने उससे गुस्सा किया, मैंने इससे इस प्रकार गलत व्यवहार किया. इस प्रकार की गलतियां के सारे फलों को हम वहीं बैठ के तोड़ के फेंक देते हैं. എന്നിട്ട് കർത്തൃമേശ എടുക്കും. और उसके बाद हम प्रभु भोज में भाग लेते हैं. പിന്നെ വീട്ടിൽ പോകും. फिर वापस घर लौटते हैं. ആ മരം അവിടെ തന്നെ നിപ്പുണ്ട്. वो पेड़ वहीं खड़ा है. ഇത് കുറെ നേരം കഴിയുമ്പം ഈ പഴയ പഴങ്ങൾ അതുപോലെ ഉണ്ടായി വരും. कुछ समय के बाद देखिए वो पुराने फल उसी प्रकार लौट के उत्पन्न होता है. അടുത്ത പ്രാവശ്യം കർത്തൃമേശ എടുക്കുമ്പോഴേക്കും फिर अगले बार जब प्रभु भोज लेने के समय तक പിന്നെ ഏറ്റു പറയാൻ അത്രയും പാപങ്ങൾ ഉണ്ടായി കാണും. और फिर एक बार कबूल करने के लिए उतना ही पाप के फल हमारे अंदर उत्पन्न हो गया होगा. വീണ്ടും വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കും. बार बार इस प्रकार की बातों को हम दोहराते रहते हैं. നമ്മൾ ഒരിക്കലും നന്നാവത്തില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. हम कभी भी सुधरेंगे नहीं और ये ऐसे ही बढ़ता जाता है. ഈ കർത്തൃമേശ എടുത്തു കഴിയുന്ന ആ ദിവസം പാപമൊക്കെ ഏറ്റു പറഞ്ഞിട്ട് എടുത്തെങ്കിൽ നല്ലൊരു ഉണർവായിരിക്കും. और जिस दिन हम प्रभु भोज लेते हैं उस दिन अगर हमारे पापों को, गलतियों को कबूल करके हम प्रभु भोज में भाग लेते हैं तो उस दिन अच्छा एक सामर्थ्य होता है और अच्छा जागृति हम पाते हैं. അന്ന് പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ ശരിക്കും നോക്കും. और उस दिन हम कोशिश करते हैं कि गलतियां ना करें. പക്ഷെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമ്മൾ നോർമൽ ആവും.
मगर देखिए अगले दिन वापस हम आमतौर से बन जाते हैं, വീണ്ടും പഴയ പഴങ്ങൾ ഉണ്ടായി വരും. फिर उस पुराने फल उत्पन्न हो जाते हैं. അപ്പൊ കർത്താവ് വരുമ്പോൾ നമ്മൾ പോകണമെങ്കിൽ मगर जब मसीह आता है, हमें उनके साथ जाना है तो കർത്താവ് കർത്തൃമേശയുള്ള ദിവസം വരണം. मसीह उस प्रभु भोज वाले दिन में आना चाहिए. അന്ന് എല്ലാവരും നല്ല ഒരുക്കത്തിലിരിക്കുമായിരിക്കും. उस दिन सब लोग इस प्रकार तैयारी के साथ बैठते हैं. മനസ്സിലാവുന്നുണ്ടോ? आप सब समझ रहे हैं ना? ഓക്കെ. അപ്പൊ ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ മരം വെട്ടാത്ത പരിപാടി കൊണ്ട് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. और बार बार इस प्रकार इस पेड़ को काटे बगैर परमेश्वर के राज्य में हम प्रवेश नहीं कर पाएंगे. അപ്പോ ഞാൻ ഈ ഫലം വെട്ടിക്കളഞ്ഞാലും വീണ്ടും ഈ ഫലം ഉണ്ടാവാൻ കാരണം എനിക്ക് ആ മരം അതുപോലെ അവിടെ നിൽപ്പുണ്ടെന്നുള്ളതുകൊണ്ടാണ്. इस फल में काट के फेंकने के बावजूद बार बार ये फल उत्पन्न होने का कारण यह है क्योंकि वो पेड़ वहां खड़ा है. അപ്പൊ മതങ്ങളും മറ്റാൾക്കാരെല്ലാം പറയുന്നു ചിന്തകൾ കൂടി നന്നായാൽ പിന്നെ പാപം ചെയ്യത്തില്ല. इस प्रकार के अन्य मत लोग इस प्रकार कहते हैं कि धर्म वाले अन्य धर्म वाले कहते हैं कि विचार भी सुधरने से काफी है. നമ്മൾ നല്ല ചിന്തകളുള്ളവരാണ്. हमारे अंदर अच्छे विचार वाले होना चाहिए. ऊंचे विचार. ऊंचे विचार हमारे अंदर. ലളിതമായ ജീവിതം. और महात्मा गांधी का विचार इस प्रकार था कि ऊंचा विचार और एकदम सरल रीति से जिंदगी. ഓക്കെ. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ നമ്മൾ പാപം വരത്തില്ല. हम विचार करते हैं या सोचते हैं कि अगर ऊंचे विचार अगर हमारे अंदर है, अच्छा विचार अगर हमारे अंदर है तो पाप हमारे अंदर प्रवेश नहीं करेगा. പക്ഷെ അവിടെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. मगर वहां एक बड़ी समस्या है. നമുക്ക് നല്ല ചിന്തകൾ വരുന്നില്ല. हमारे अंदर अच्छे विचार नहीं आता है. ഈ ചിന്തകൾ എവിടുന്നാ വരുന്നത്? ये अच्छा विचार कहां से आता है? അവിടെയാണ് പ്രശ്നം. समस्या वहां है. നമ്മുടെ സ്വഭാവം മോശമാണെങ്കിൽ अगर हमारा स्वभाव या आदत बुरी है, മോശം ചിന്തയെ വരുള്ളൂ. बुरी विचार आएगी. നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ अगर हमारा स्वभाव अच्छा है, മരം മോശമാണെങ്കിൽ अगर पेड़ खराब है, എത്ര ശ്രമിച്ചാലും നല്ല ഫലം ഉണ്ടാവില്ല. इतना प्रयत्न करने पर भी अच्छा फल उत्पन्न नहीं कर पाएगा. മനസ്സിലായോ? समझ गए? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ചിന്തകൾ ഒന്ന് കൈകാര്യം ചെയ്ത് നോക്കാം. अभी हमारे विचारों को हम जरा मनन करके देखेंगे. ചിന്തകൾ എന്ന് പറയുന്ന മരമാണ് നിങ്ങൾ വിചാരിച്ചോ? ചിന്തകൾ മരം. विचार हमारे विचार अर्थात एक वृक्ष के समान आप विचार कीजिए. ഓക്കെ. അപ്പൊ നമുക്ക് വിചാരങ്ങളെ വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം. മരം മുറിച്ചു കളയാം. हमें विचार जरूरत नहीं है तो हम उस पेड़ को काट डाल सकते हैं. എങ്ങനെയാന്ന് പറയാമോ? इस प्रकार ഉദാഹരണത്തിന് ഒരു വീട്ടിലെ പിള്ളേര് ഭയങ്കര വഴക്കാണ്. उदाहरण तौर से देखिए एक घर में बच्चे इस प्रकार ज्यादा शोर मचा रहे हैं. അമ്മ മടുത്തു. माँ थक गई. അപ്പൊ അമ്മയ്ക്ക് വേണമെങ്കിൽ ചിന്തകളെ നന്നാക്കി എടുക്കാം. എങ്ങനെയാണെന്നറിയോ? माँ को अगर इच्छा है तो उस अच्छे विचार वहां खड़ा कर सकती है. ദേഷ്യം എല്ലാം മാറ്റാം. ഒരു നിമിഷം മതി. एक क्षण काफी है. उसके पूरे गुस्सा वो हटा सकती है. ആ മരം അങ്ങ് മുറിച്ചു കളയാം. उस पेड़ को काट देने से काफी है. എങ്ങനെ മുറിക്കുന്നറിയോ? किस प्रकार काटती है जानते हो? ചിന്തകളാകുന്ന മരം उस विचार रूपी वृक्ष സ്തോത്രം ചെയ്താൽ മതി. ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി. परमेश्वर को केवल धन्यवाद करने से काफी है. അപ്പൊ ഈ ചിന്തകൾ നന്നാവും. इस विचार सुधर जाएगी. നന്നാവോ? क्या सुधर जाएगी? നന്നാവും. കാരണം सुधर जाएगी क्योंकि എന്റെ വഴക്കാളികളായ പിള്ളേരെ നോക്കിക്കൊണ്ട് ഞാൻ ദൈവത്തോട് പറയാം, ദൈവമേ ഈ പിള്ളേരെ നീയാണ് എനിക്ക് തന്നത്, സ്തോത്രം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് ആ കുഞ്ഞുങ്ങളോട് ഇത്തിരി സ്നേഹമുണ്ട്. और हम हमारे जो शोर मचाने वाले बच्चों को देखकर हम परमेश्वर से कहते हैं, हे परमेश्वर तूने इन बच्चों को हमें दिया, मुझे दिया है, इसीलिए धन्यवाद करके जब कहेंगे तो उधर बात सुधर जाएगी. മരം മുറിഞ്ഞു പോകും. उस पेड़ वहां कट जाएगी. സ്നേഹമില്ലാത്ത ഭർത്താവ്, വഴക്കാളിയായ ഭാര്യ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്തുനിന്ന് സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ ദൈവമേ ഇതേ ഭാര്യയെ തന്നെ, ഇതേ ഭർത്താവിനെ തന്നെ എനിക്ക് നീ തന്നതിനായിട്ട് സ്തോത്രം, നന്ദി ദൈവമേ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും
ദൈവം തന്നതല്ലേ ആ ഭർത്താവിനോടും ഭാര്യയോടും എന്തായാലും കുറച്ച് സ്നേഹം തോന്നും. और जिस ऐसे पत्नी जिसके अंदर प्रेम नहीं है और ऐसे पति जो हर बार क्रोध करता है, इस प्रकार के दो प्रकार के लोग के बीच में जब परमेश्वर का प्रेम उत्पन्न हो जाता है तो दोनों इस प्रकार प्रेम से भर जाते हैं, तो आपस में ऐसा लगता है परमेश्वर से इस प्रकार धन्यवाद करते हैं, ये परमेश्वर तूने इतना अच्छा पति मुझे दिया है, ये परमेश्वर तूने इतना अच्छा पत्नी मुझे दिया है. ഏത് സാഹചര്യങ്ങളിലും നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകൾ നന്നാവും. कोई भी संदर्भ में हम अगर स्तुति करेंगे तो हमारे विचार बदल जाएगी, अच्छे विचार आएंगे. ഓക്കെ, അപ്പൊ മരം മുറിഞ്ഞു പോയി. अभी देखिए उस पेड़ कट गया. എങ്ങനെ മരം മുറിഞ്ഞത്? उस पेड़ किस प्रकार कट गया? സ്തോത്രം ചെയ്തപ്പോഴാണ് മുറിഞ്ഞു പോയത്. हमने जब स्तुति किया तब पेड़ कट गया. അപ്പൊ നിങ്ങളൊരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ വലിയ മഴ പെയ്തെന്ന് വിചാരിച്ചു. आप मान लीजिए एक बड़ी मीटिंग खत्म होने के बाद, सभा खत्म होने के बाद आप जब बाहर निकला तो बहुत भारी तौर से बारिश शुरू हो गई. അപ്പൊ പെട്ടെന്ന് എന്തൊരു മഴയാ എന്ന് പറയുന്നതിന് പകരം तब तुरंत हमारे मन में इस प्रकार गुस्सा होकर इतना बड़ी बारिश अभी आना था करके कहने के बगैर, കർത്താവെ തക്ക സമയത്ത് മഴ അയക്കുന്ന നിന്റെ വിവേകത്തിനായിട്ട് സ്തോത്രം, ഈ മഴയെ ഓർത്ത് ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോടൊരു സ്നേഹം വരികയല്ലേ. उसके बगैर अगर हम कहें कि हे परमेश्वर सही समय पर आपने तो बारिश भेजा, इसके लिए आपको मैं धन्यवाद करता हूँ, आपके उस सोच के लिए मैं धन्यवाद करता हूँ करके अगर हम कहेंगे तो क्या हमें परमेश्वर के प्रति एक प्रेम की भावना उत्पन्न नहीं होगी? ഓക്കെ, അപ്പൊ എപ്പോഴും സ്തോത്രം ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? മരം മുറിഞ്ഞുകൊണ്ടിരിക്കും. और हमेशा जब हम स्तुति करते रहेंगे तो क्या होता रहेगा? इस प्रकार की पेड़ कटती रहेगी. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്, ഈ മരത്തിന് മാത്രം ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? मगर दूसरा एक समस्या है, इस पेड़ का एक समस्या है, आप जानते हो क्या है? മരം മുറിച്ചാൽ പിന്നെ ഉണ്ടായി വരും. जब पेड़ काटते हैं तो वापस वो उग जाता है. പഴം പറിച്ചാൽ പിന്നെ ഉണ്ടായി വരും. वो फल जब काटता है तो वापस उत्पन्न हो जाता है. മരം മുറിച്ച് കളഞ്ഞാൽ പിന്നെയും വരും. और जैसे पेड़ भी हम काट डालते हैं तो वापस वो नया आ जाता है. ഒരു ചിന്തയെ സ്തോത്രം പറഞ്ഞ ഒരു ചിന്തയെ ജയിച്ചു കഴിയുമ്പോൾ അടുത്ത ചിന്ത വരും. जब एक विचार को हम स्तुति कर करके उसके ऊपर हम जय प्राप्त करते हैं तो अगला विचार वापस हमारे अंदर उत्पन्न हो जाता है. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ചിന്തകൾ ഇങ്ങനെ വരുന്നത്? इस प्रकार की अन्य प्रकार की विचार क्यों अंदर उत्पन्न होती है? എന്തുകൊണ്ടാണ് വരുന്നത്? इस प्रकार की विचार क्यों आती है? അതിനൊരു കാരണമുണ്ട്. उसका एक कारण है. ഈ ചിന്തകൾ വരുന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല. ये विचार जो है हमारे इच्छा के अनुसार नहीं आती है. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ടോ? കർത്താവെ അറിവോടും അറിവ് കൂടാതെയും ചെയ്ത പാപങ്ങളെ ക്ഷമിക്കണമെന്ന് പറയാറുണ്ടോ? प्रार्थना करते समय क्या इस प्रकार प्रार्थना करते हो कि हे परमेश्वर मेरे जाने में और अनजाने में जो गलतियां मैंने किया है उसे तू माफ कर दे? ഇതിൽ ഏത് പാപമാണ് കൂടുതൽ അപകടം? और इसमें से कौन से पाप ज्यादा हमें अकस्मात में ले जाके फंसाती है? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അറിയാതെ ചെയ്യുന്നതാണോ? जो हमें हमारे अनजाने में होती है या हमारे जानकारी में जो गलतियां हम करते हैं वो हमें दुर्घटना में फंसाती है? ഏത് പാപമാണ് കൂടുതൽ അപകടം? कौन से पाप हमारे लिए ज्यादा खतरा है? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപമാണ് കൂടുതൽ അപകടം, അറിയാതെ ചെയ്യുന്ന പാപങ്ങൾ സാരമില്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. हम अक्सर इस प्रकार विचार करते हैं कि हमारे अनजाने में जो गलतियां हम करते हैं वो ज्यादा हमारे लिए परवाह नहीं है या खतरा नहीं है, मगर जो जान हम जो पाप करते हैं वो हमें हमारे लिए ज्यादा खतरा है. പക്ഷെ അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. मगर परमेश्वर का वचन इस प्रकार नहीं कहता है. അറിയാതെ ചെയ്യുന്ന പാപമാണ് അപകടം. अनजाने में जो हम गलती करते हैं वो हमारे लिए ज्यादा खतरा है. എന്തുകൊണ്ടാണ് അങ്ങനെ? वो क्यों है इस प्रकार है? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപം വേണമെങ്കിൽ നമുക്ക് വേണ്ടാന്ന് വെക്കാം. जान के हम जो गलती हम करते हैं वो हम चाहे तो उसमें हम ഇപ്പൊ എനിക്ക് എന്തെങ്കിലും മോഷ്ടിക്കണം തോന്നുവാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്, ഈ വേണമെങ്കിൽ വേണ്ടാന്ന് വെച്ച് പോവാം. अगर मुझे आज कुछ चोरी करने का विचार आता है वो मैं जान के कर रहा हूँ, अगर मैं चाहूँ
तो उस गलती से मैं बच के रह सकता हूँ। ഓക്കെ, പക്ഷേ അറിയാതെ ചെയ്യുന്ന പാപം എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയത്തില്ല, എവിടെ നിന്ന് വന്നു എന്നറിയില്ല, അത് എന്നെ അടിമയാക്കി മാറ്റുക ചെയ്യും. मगर अनजाने में जो पाप करते हैं वो कहाँ से आया मैं नहीं जानता हूँ, और वो कैसे मेरे अंदर आया मैं नहीं जानता हूँ, और उसका सामना मुझे कैसे करना है मैं नहीं जानता हूँ, और वो मुझे उसके अधीन कर लेता है। അപ്പൊ ശരിക്കും അറിയാതെ ചെയ്യുന്ന പാപം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ ഒരുത്തൻ കയറി എന്നെ കൊണ്ട് അനാവശ്യം ചെയ്യിപ്പിക്കുന്നു. അതാണ് അറിയാൻ വയ്യാത്ത പാപം. अनजान में जो हम पाप करते हैं, अर्थात मेरे घर के अंदर कोई आकर मेरे से जबरदस्ती गलती करा रहा है, उसे इस अनजाने में करने वाली गलती कहते हैं। ഏതാ കൂടുതൽ കഠിനം? इन दोनों में से कौन से ज्यादा कठिन है? ശരീരത്തിൽ നിന്ന് അല്ല, അറിയാതെ ചെയ്യുന്ന പാപങ്ങളാണ് കൂടുതൽ കഠിനം. अनजाने में जो हम गलती करते हैं वो ज्यादा कठिन है। അങ്ങനെ ബൈബിളിലുണ്ടോ? क्या उस प्रकार वचन में है? ഉണ്ട്, നമുക്ക് വായിക്കാം. वो है, हम पढ़ेंगे। റോമാലേഖനം 7-ാം അധ്യായം 14-ാം വാക്യം. रोमियों का पत्री 7वीं अध्याय उसकी 14वीं वचन 14-ാം വാക്യം പറയുന്നു, ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ. क्योंकि हम जानते हैं कि व्यवस्था तो आत्मिक है, ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. परंतु मैं शारीरिक और पाप के हाथ बिका हुआ हूं। അപ്പൊ പ്രശ്നം ന്യായപ്രമാണത്തിന്റെ അല്ല, കൽപ്പനകളുടെ അല്ല, എന്റെയാണ്. अब देखिए, समस्या व्यवस्था का नहीं है, मेरा है। നല്ല നിയമങ്ങളാണ് കർത്താവ് തന്നത്, परमेश्वर ने अच्छा व्यवस्था दिया है, പക്ഷെ അത് അനുസരിക്കാനുള്ള പ്രാപ്തി എനിക്കില്ല. मगर उस कहना का, मानने का उस सामर्थ्य मेरे अंदर नहीं है। മനസ്സിലായോ? आप समझे? അടുത്ത വാക്യം പറയാണ്, अगला वचन ये कहता है, പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടവനാണ് ഞാൻ. और जो मैं और पाप के उस अधीनता में मैं बिक गया हूं। ഓക്കെ, അപ്പൊ പാപത്തിന്റെ അടിമയാണെങ്കിൽ പിന്നെ ഞാൻ യജമാനല്ല, ഞാൻ ഒരു അടിമയാണ്. अगर पाप में मैं अधीन हूं तो मैं मालिक नहीं हूं, मैं उसके बंदी में हूं। मैं അപ്പൊ യജമാനൻ ആരാ? तो मालिक कौन है? പാപം. पाप। എന്നെ വിറ്റത് പാപത്തിന്റെ അടിമയായിട്ടാ. और मुझे उस पाप के गुलामी में फंसा दिया गया है। ഓക്കെ, അപ്പൊ എനിക്ക് എന്താ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത വാക്യം വായിച്ച് ഞാൻ പാപത്തിന്റെ അടിമയായതുകൊണ്ട്, और उसके अगले वचन हम देखते हैं कि मैं पाप के गुलाम में हूं, इसलिए എന്താ സംഭവിക്കുന്നത്? 15-ാം വാക്യം, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. അറിയാത്ത പാപം കണ്ടോ? और देखिए, जो मैं करता हूं उसको मैं नहीं जानता हूं। देखिए, हमारे अनजाने में जो गलतियां हैं, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, എനിക്ക് ഇഷ്ടമില്ലാത്തതിനെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അറിയുന്നില്ല. क्योंकि जो मैं चाहता हूं वह नहीं किया करता, परंतु जिससे मुझे घृणा आती है वही करता हूं। 17-ാം വാക്യം പറയാണ്, ഞാൻ അറിയാതെ ചെയ്യുന്ന പാപങ്ങളെ ചെയ്യുന്നത് ഞാനല്ല, ഞാൻ അറിയുന്നില്ല. वचन इस प्रकार कह रहा है, ഇച്ഛിക്കാത്തതിന് ഞാൻ ചെയ്യുമ്പോ ഞാനല്ല അത് ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന എന്റെ യജമാനനായ പാപമാണ് അത് ചെയ്യുന്നത്. और इधर वचन कहता है कि मेरे अंदर से ऐसे बातें जो कर रहा हूं जो मुझे घृणा आती है, तो वो मैं नहीं कर रहा हूं, मेरे अंदर निवास करने वाला पाप रूपी मालिक मेरे अंदर से उस बात को करा रहा है। അപ്പോൾ എന്നിൽ എന്ത് വസിക്കുന്നുണ്ട്? तो अर्थात मेरे अंदर क्या निवास कर रहा है? പാപം വസിക്കുന്നുണ്ട്. पाप निवास कर रहा है। എവിടെ വസിക്കുന്നേ? और कहाँ वास कर रहा है? നമുക്ക് നോക്കാം, പാപം എവിടെയാണ് യജമാനനായി വാഴുന്നത്. और हम देखेंगे कि पाप मालिक के रूप में कहाँ राज कर रहा है। ആത്മാവിലാണോ? क्या आत्मा में है? അല്ല, ഒരിക്കലും അല്ല. नहीं। മനസ്സിലാണോ? क्या मन में है? മനസ്സിലും അല്ല. मन में भी नहीं है। ശരീരത്തിലാണ് ഈ പാപം യജമാനനായി വസിക്കുന്നത്. ये शरीर में पाप मालिक के रूप में रहता है। മനസ്സിന് ഒരുക്കമുണ്ട്,
मन में तैयारी तो है, എന്നാൽ ശരീരത്തില് ആ ഒരുക്കമില്ല. ശരീരം ബലഹീനമാണ്. शरीर में वो क्षमता नहीं है. क्यों जानते हो? എന്താണ് ഈ അറിയാൻ വയ്യാതെ ചെയ്യുന്ന പാപങ്ങൾ? अनजाने में करने वाली पाप क्या है? അടുത്ത വാക്യം 21 മുതൽ വായിച്ചു നോക്കിയേ. 21वें वचन से हम पढ़ेंगे. सो मैं ये व्यवस्था पाता हूं कि जब भलाई करने की इच्छा करता हूं तो बुराई मेरे पास आती है. ആ അതാണ് നമ്മൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന എന്തോ തിന്മയാണ്. അത് हम ഞാൻ भलाई करने അറിയുന്നില്ല. की इच्छा करते पर भी हमारे अंदर से बुराई आती है. അത് ഞാൻ അറിഞ്ഞോണ്ടല്ല വരുന്നേ. मेरे जानकारी के साथ नहीं आती है. എന്റെ അറിവിൽ ഞാൻ നന്മ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. मेरे जानकारी में मैं भलाई करने का इच्छा रखता हूं. പക്ഷെ ഞാൻ അറിയാതെ എന്റെ ശരീരത്തിൽ നിന്ന് പാപം എന്നിൽ വാഴുന്നു. मगर मेरे अनजाने में मेरे अंदर पाप राज कर रहा है. അപ്പൊ ഈ ജഡം ഭയങ്കര പ്രശ്നക്കാരനാ. ജഡത്താ ജനിച്ച ഈ സാധനം അല്ലേ? अब देखिए शरीर से जन्म लिया हुआ ये व्यक्ति जो है बहुत समस्या करने वाला व्यक्ति है. അടുത്ത വാക്യം നോക്കിയേ. अगला वचन देखिए. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. क्योंकि मैं भीतरी मनुष्यत्व से तो परमेश्वर की व्यवस्था में बहुत प्रसन्न रहता हूं. പക്ഷേ अगर എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. मुझे अपने अंगों में दूसरे प्रकार की व्यवस्था दिखाई पड़ती है जो मेरी बुद्धि की व्यवस्था से लड़ती है. ഓക്കെ, നോക്കാം നമുക്ക്. ബുദ്ധിയുടെ പ്രമാണം എന്താ പറയുന്നത്? ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കണം, അത് വളരെ നല്ലതാണ് എന്നൊക്കെ ബുദ്ധി പറയുന്നേ. बुद्धि की व्यवस्था क्या कहता है? परमेश्वर का वचन अच्छा है, उसकी व्यवस्था का मानना है, उसका आज्ञा का पालन करना है. എന്നാൽ അതിനെതിരെ പോരാടുന്ന ഒരു അവയവങ്ങളിലൊരു പ്രമാണമുണ്ട്, നമ്മുടെ അവയവങ്ങളിൽ, ശരീരത്തിൽ. मगर उसके विपरीत काम करने वाला हमारे शरीर के अंगों के अंदर मंडराने वाली एक व्यवस्था है. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്ന ഈ അവയവങ്ങളിലുള്ള പാപത്തിന്റെ പ്രമാണമാണ് എന്നെ അടിമയാക്കി മാറ്റുന്നത്. അവയവങ്ങളിലാണ്. इस शरीर के अंदर जो अंग है उसके अंदर जो बातें हैं वो हमें पाप के अधीन में या पाप के गुलामी में फंसाती है. അതുകൊണ്ട് മനസ്സുകൊണ്ട് എന്ത് തീരുമാനം എടുത്താലും, इसलिए मन से हम जो भी निर्णय क्यों न ले, ശരീരം കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. मगर हम शरीर से उन बातों को कर नहीं पाते हैं. ഞാൻ വിചാരിക്കാണ് നാളെ മുതൽ എന്റെ ശത്രുവായ മനുഷ്യനെ ഞാൻ സ്നേഹിക്കാൻ പോവാണ്. मैं निर्णय लेता हूं कि कल से मेरे दुश्मन रूपी जो व्यक्ति है उससे मैं प्रेम करने वाला हूं. പക്ഷെ തക്ക സമയത്ത് അയാളെ കാണുമ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് സ്നേഹിക്കണമെന്ന്, പക്ഷെ ഈ ശരീരത്തിൽ നിന്ന് ആ വികാരം വരുന്നില്ല. मगर जब ठीक समय में मैं उसे देखता हूं तो मन के अंदर से तो मुझे इच्छा है कि मुझे उसे प्रेम जताना है, मगर നമ്മൾ എന്തുമാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത്രയും നമ്മുടെ ശരീരം നമുക്ക് എതിരാ. और हम जितना निर्णय लेते हैं उतना ही शरीर हमारे विपरीत काम करता है. നിങ്ങളുടെ കൂടെ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, आपके बीच में अगर कोई डॉक्टर है तो आप समझ पाएंगे, അല്ലെങ്കിൽ നഴ്സുമാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും. अगर कोई नर्स है तो आपको समझ में आएगा. നമ്മുടെ പെരുമാറ്റങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന കുറെ കെമിക്കൽസും ഹോർമോണുകളും. हमारे जो व्यवहार है उन सारे बातों को नियंत्रण करने वाला कुछ केमिकल और कुछ हार्मोन्स हमारे शरीर के अंदर हैं. ശരിയാണോ ഞാൻ പറഞ്ഞത്? क्या सही है? मैंने जो कहा वो सही है? നമുക്ക് ടെൻഷൻ വരുന്നത്, നമുക്ക് ആളുകളോട് ദേഷ്യം വരുന്നതൊക്കെ ഹോർമോണുകളുടെ പ്രോബ്ലമാണ്. और हमें जब लोगों से के प्रति गुस्सा आता है या हमारे अंदर जब टेंशन पैदा होता है तो നിങ്ങൾ വിചാരിക്കായിരിക്കും എന്റെ ദൈവമേ ഈ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പാപം എല്ലാം ചെയ്യുന്ന ഹോർമോണിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു, ഓ വളരെ സന്തോഷം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. और आप विचार कर रहे होंगे कि पासवान ने बोला कि भाई हमारे अंदर जो पाप हम करते हैं वो हमारे अंदर हार्मोन का प्रॉब्लम है या उसकी कमी की वजह से है करके. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ വരെ നമ്മുടെ പാപത്തെ വർദ്ധിപ്പിക്കുക, അല്ല നമ്മളെ രക്ഷിക്കുന്നില്ല. मैं ये बात कह रहा हूँ कि हमारे शरीर के अंदर जो हार्मोन उत्पन्न होती है वह भी हमारे पापों को बढ़ा रहा है, हमारे पापों को कम नहीं कराती है. സമ്മതിച്ചോ?
ഇന്നേ വരെ നിങ്ങൾ ഇങ്ങനെ ആൾക്കാർ പറയാറില്ലേ, ഓ എനിക്ക് ഭയങ്കര ഹോർമോൺ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദർ, അത് എനിക്ക് ഭയങ്കര ദേഷ്യവും ഇറിറ്റബിലിറ്റി ഒക്കെ രാവിലെ തൊട്ട് ഒരു സുഖമില്ല, അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ? आपने इस प्रकार सुने होंगे लोगों को कहते हुए कि मेरे को बहुत गुस्सा आता है क्योंकि मेरे शरीर में इस प्रकार बहुत हार्मोन का तकलीफ है। പക്ഷേ मगर ഇന്നേ വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഓ ഹോർമോണിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു ബ്രദറെ, എനിക്ക് എല്ലാവരോടും കരുണയും സ്നേഹവും ക്ഷമയും ഒക്കെ തോന്നുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ടോ? और आपने आज तक इस प्रकार सुना है कि मुझे हार्मोन का प्रॉब्लम है, इसीलिए मेरे भाई के प्रति मुझे प्रेम कुछ ज्यादा ही बढ़ रहा है, या मुझे अच्छा स्वभाव आ रहा है, നമ്മുടെ ഹോർമോണുകൾക്കൊക്കെ പറ്റും? या इस प्रकार की प्रेम की भावनाएं हमारे हार्मोन की प्रॉब्लम की वजह से उत्पन्न होती है? മക്കളോട് തോന്നുന്ന സ്നേഹം, അതൊക്കെ ഓരോ ഹോർമോണുകൾ അതിനെ സഹായിക്കുന്നുണ്ട്, ഓരോ കെമിക്കൽ ഹോർമോണുകളൊക്കെ സഹായിക്കുന്നുണ്ട്. हमारे बच्चों के प्रति हमारे अंदर प्रेम भावना उत्पन्न होती है, वो हमारे शरीर के अंदर से हार्मोन उसे सहायता देती है। പക്ഷെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനുള്ള ഒന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. मगर परमेश्वर की व्यवस्था मानने के लिए सहायता करने वाली कुछ भी बात हमारे शरीर के अंदर पाया नहीं जाता है। നിങ്ങളുടെ ശത്രുവിന്റെ മുമ്പിൽ പോയി നിന്നേ, आप एक दुश्मन के सामने जाके बैठिए, ഈ മനുഷ്യനെ സ്നേഹിക്കണം എന്ന് എത്ര നോക്കിയാലും നിങ്ങളുടെ ശരീരം സമ്മതിക്കില്ല. उस व्यक्ति को जितना भी प्रेम करने का आप कोशिश करें मगर आपका शरीर अनुमति नहीं देता है। ശരിയാണോ ഞാൻ പറഞ്ഞത്? मैंने सही कहा है क्या? നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറണം, എല്ലാവരും ക്ഷമിക്കണം, പക്ഷെ ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല. हमें इच्छा है कि हमें औरों से प्रेम करना है, हमारे दुश्मनों से प्रेम करना है, मगर शरीर हमें अनुमति नहीं देता है। എന്തുകൊണ്ടാ പോകാത്തെ? और इस प्रकार क्यों नहीं होता है? നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്ന കെമിക്കലുകൾ, ഹോർമോൺ ഒന്നും സമ്മതിക്കുന്നില്ല. क्योंकि हमारे शरीर के अंदर दौड़ने वाली इस हार्मोन हमें अनुमति नहीं दे रहा है। ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഡോപ്പമിൻ. डोपामिन करके एक चीज है, ഇത് കൂടിയാ ഭയങ്കര പ്രശ്നമാണ്. ये अगर बढ़ जाएगा तो बहुत तकलीफ है। പിന്നെ നമ്മൾ അതും ഇതൊക്കെ കാണാൻ തുടങ്ങും, പാമ്പിനെ കണ്ടു, फिर अन्य बातों को हम देखने लगेंगे, सांप को देखा, നിങ്ങളെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചപ്പോ ഞാനൊരു പാമ്പിനെ കണ്ടു. ഇപ്പൊ ഡോപ്പമിൻ കൂടി പോകുന്നു. मैंने जब आपके लिए आपको याद करके प्रार्थना किया तब मैंने सांप को देखा, ये डोपामिन बढ़ रहा है। അതൊരു മരുന്ന് കൊടുത്താൽ തീരും. वो एक दवाई देने से काफी है, खत्म हो जाएगा। ആത്മാവ് തരുന്ന അങ്ങനെ മരുന്ന് കൊടുത്താൽ തീരില്ല. मगर आत्मा जो देती है वो दवाई देने से खत्म नहीं होगी। അപ്പം ഈ ഡോപ്പമിൻ ഒത്തിരി പണി കാണിക്കും. നമുക്ക് പ്രണയങ്ങൾ ഉണ്ടാകുന്ന ഡോപ്പമിൻ കാരണമാണ്. നമ്മൾ വിചാരിക്കുന്ന ആ ആള് ഭയങ്കര സൂപ്പർ ആയതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടം തോന്നുന്നതല്ല, നിങ്ങളുടെ ഡോപ്പമിനാ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർ സൂപ്പർ ഒന്നുമല്ല, അത് കല്യാണം കഴിച്ച് 2 ആഴ്ചക്കുള്ളിൽ മനസ്സിലായിക്കോളും. ये डोपामिन जो है वो बहुत समस्या पैदा करती है। अक्सर हमारे अंदर इस प्रकार की भावनाएं वो उत्पन्न करती है। हमें कभी कभी ऐसे लगता है कि सामने वाला व्यक्ति बहुत एकदम सामर्थ्य है या सुपरमैन है। वो सुपरमैन नहीं है, वो आपके शरीर के अंदर डोपामिन बढ़ गया उसका कारण है। वो शादी के बाद आपको तुरंत मालूम पड़ जाएगा। എല്ലാം കണക്കാ, सब बराबर है। ഈ മലയാളത്തിൽ നമ്മൾ പറയാം എല്ലാം കണക്കാ, ഓൾ ആർ മാത്തമാറ്റിക്സ് എന്ന് മലയാളത്തിൽ പറയാറുണ്ട്, ഇംഗ്ലീഷിലല്ല കേട്ടോ. मलयालम में हम इस प्रकार कहते हैं कि सब बराबर है, ये गणित है। ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കെമിക്കലുകളാണ് നമ്മുടെ റിലേഷൻഷിപ്സിനെ ഉണ്ടാക്കുന്നത്, തകർക്കുന്നത്. इस प्रकार की केमिकल हमारे शरीर के अंदर हमारे संबंधों को बढ़ाता है, उसे नुकसान पहुंचाता है। അപ്പൊ നമ്മൾ ചോദിക്കും ദൈവത്തോട്, കർത്താവേ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ऐसा है तो फिर हम मसीह से पूछेंगे कि हे परमेश्वर, तो फिर हमें तो इस प्रकार गलत इंजाम लगाए तो हमें अगर तो दोषी ठहराएगा तो क्या मतलब? നമ്മുടെ ഉള്ളിൽ എത്ര ആഗ്രഹിച്ചിട്ടോ സ്നേഹം വരുന്നില്ലല്ലോ കർത്താവ്, എന്ത് ചെയ്യും? അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സുകൊണ്ട്, പൗലോസ് പറയോ, പക്ഷെ വരണ്ടേ? हम हमारे अंदर हम चाहते हैं कि हमें प्रेम करना है, बातों का कहना मानना है, मगर हम नहीं कर पाते हैं। സ്നേഹം വന്നില്ലേലും കുഴപ്പമില്ലായിരുന്നു, വൈരാഗ്യം വരുവാ. प्रेम नहीं आने से भी चलता, मगर इस प्रकार गुस्सा आ रहा है। തന്നെയല്ല, അവൻ എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോ എന്താണെന്നറിയാൻ മേല, ഉള്ളിൽ ഭയങ്കര സന്തോഷം വരുവാ. केवल नहीं,
और अन्य व्यक्ति को अगर कुछ नुकसान हो जाता है तो हमारे अंदर कुछ ज्यादा ही खुशी पैदा होती है। അപ്പൊ ഞാൻ ഹൃദയത്തിൽ പറയാ, കർത്താവെ അങ്ങനെ അവന്റെ സങ്കടത്തിൽ കരയാൻ സന്തോഷിക്കേണ്ട വരില്ലേ, എനിക്ക് കുറച്ച് സങ്കടം തരണേ. വരൂല. നോ. और हम मन में इस प्रकार कहते हैं तो उसके साथ के दिनों में मैं इस प्रकार खुशी मनाने का मौका दिया है तो हमारे अंदर उस प्रकार की बातें नहीं आएगी। ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ നോക്കിയാല് ഈ ശരീരത്തിലെ ഹോർമോണുകൾ നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്നുണ്ട്. सही रीति से हम देखें तो हमारे शरीर के अंदर जो हॉर्मोन्स है वो हमें कोई भी इस प्रकार अच्छा व्यक्ति नहीं बनाता है। അത് അടുത്ത 24-ാം വാക്യത്തിൽ പറയുന്നത്, 24वीं वचन में इस प्रकार कहते हैं, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, मैं कैसा अगाबा मनुष्य हूं। ഈ മരണകരമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? मुझे इस मृत्यु की देश से कौन छुड़ाएगा। പൗലോസ് പറയുന്ന 24-ാം വാക്യത്തിൽ 7:24 7 की 24 में प्रेरित पौलुस कह रहा है, എന്താ പറയുന്നത്? ഒന്നുകൂടെ വായിക്കോ. क्या कहता है, वापस में पढ़ता हूं। मैं कैसा अगाबा मनुष्य हूं, मुझे इस मृत्यु की देश से कौन छुड़ाएगा। അപ്പൊ ശരീരത്തിന്റെ പ്രശ്നം എന്തെങ്കിലും മരണമാണ്. ഇതിന് ദൈവരാജ്യത്തിൽ കിടക്കാൻ പറ്റില്ല ഈ ശരീരത്തിന്. അതാണ് നമ്മുടെ കുഴപ്പം. शरीर का समस्या क्या है? मृत्यु है। वो परमेश्वर के राज्य में प्रवेश नहीं कर सकता है, वो हमारी समस्या है। നമ്മൾ കർത്താവിന്റെ എന്റെ കർത്താവേ നീ എന്തോ കാണിച്ചത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും അനുസരിക്കാൻ പറ്റിയല്ലോ, ഞങ്ങൾ എല്ലാം നരകത്തിൽ പോകുമല്ലോ. तब हम मसीह से पूछते हैं कि हे मनुष्य, हे परमेश्वर तूने क्या किया? इस शरीर में तो हम कुछ बात कर नहीं सकते हैं, हम तो सब नरक की ओर जाएंगे। അപ്പൊ അനുസരിക്കാൻ പറ്റാത്ത നിയമങ്ങളാണ് ഞങ്ങൾക്ക് തന്നത്. तो फिर क्या हम नहीं मान सकते हैं? इस प्रकार की व्यवस्था तूने हमारे लिए दिया है। മനസ്സിലാവുന്നുണ്ടോ? क्या आप समझ सक रहे हैं? ന്യായപ്രമാണം നല്ലതാണെങ്കിലും ജഡം അതിന് പറ്റുന്നതല്ല. व्यवस्था तो सही है मगर शरीर उसके साथ नहीं रहता है। ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ തോറ്റുപോകുന്നത്? अभी आप समझ गए होंगे कि हम निर्णय लेते हैं तो उसके सामने क्यों हार जाते हैं। എന്തുകൊണ്ടാ തോറ്റുപോകുന്നത്? क्यों हार जाते हैं? നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തോട് എതിരെ വരുന്ന, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ശക്തി എന്റെ അവയവങ്ങളിലുണ്ട്. हमारे बुद्धि के व्यवस्था के विपरीत आने वाला एक सामर्थ्य हमारे शरीर के अंदर है। എന്തുമാത്രം നമ്മൾ തീരുമാനം എടുക്കുന്ന, ഉറപ്പായിട്ട് തീരുമാനം എടുക്കുന്ന, അത്ര ഉറപ്പായിട്ടാണ് അതിന്റെ എതിരെയുള്ള ശക്തി വരുന്നത്. जितना दृढ़ता के साथ हम निर्णय लेते हैं उतना ही सामर्थ्य के साथ उसके विपरीत शक्ति हमारे विपरीत आती है। മനസ്സിലായോ? आप समझ गए होंगे। ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതിനകത്തൊരു തിന്മ വരും. इसे हम जितनी भलाई करना चाहे उसके अंदर कुछ ना कुछ बुराई निकलता है। അതുകൊണ്ട് തീരുമാനം എടുത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. इसलिए हम निर्णय लेके बच नहीं सकते हैं। എന്താ കാരണം? എന്ത് തീരുമാനം എടുത്താൽ അതിനെതിരെയുള്ള ഒരു ശക്തി നമ്മുടെ അവയവങ്ങളിൽ കാണും. कारण क्या है? कुछ भी हम निर्णय लेंगे उसके विपरीत एक सामर्थ्य हमारे विपरीत विरुद्ध काम करती है। ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. मैं एक उदाहरण कहूंगा। ഈ എതിർ ശക്തി എന്താ? ये विपरीत सामर्थ्य शक्ति क्या है? നിങ്ങൾ എത്ര പേര് ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ് വരെ? आपने कितने जन फिजिक्स सीखा है 10th स्टैंडर्ड तक? ഉണ്ടല്ലോ. ന്യൂട്ടന്റെ 3ാം ചലന നിയമം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? न्यूटन्स थर्ड लॉ ऑफ मोशन आप जानते हो क्या है? ഓർമ്മയുണ്ടോ? ടു എവറി ആക്ഷൻ there is an equal and opposite reaction. അതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ. का सही रीति से उसका साथ और विपरीत एक्शन कार्य है, क्रिया है। ന്യൂട്ടൺ ഈ ലോ എവിടെ നിന്നാ കിട്ടിയെന്നറിയോ? न्यूटन को इस नियम कहाँ से मिला आप जानते हो? ഗുരുത്വാകർഷണം പുള്ളി പറഞ്ഞത് ആപ്പിൾ തലയെ വീണപ്പോഴാന്നാ പറയുന്നത്. ग्रेविटी की जो बातें हैं वो एप्पल जब उसके सिर पे गिरा तब उसने कहा। ഈ 3ാം ചലന നിയമം എങ്ങനെ കിട്ടിയെന്നറിയോ? उसके तीसरा क्रिया कार्य का नियम कहाँ से मिला आप जानते हो? ഒരു പക്ഷേ ഈ വാക്യം വായിച്ചപ്പോഴായിരിക്കും. हो सकता है इस वचन उसने पढ़ा होगा। എന്താ അത്? क्या है? എന്ത് നന്മ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചാലും അതിനെതിരെ പോരാടുന്ന ഒരു ശക്തി
എന്റെ അവയവങ്ങളിൽ വരും. जितना भी मैं भलाई करने को चाहूं, उसके विपरीत काम करने वाला एक शक्ति मेरे विरुद्ध आती है. ഞാൻ ഒരു സെമി നിരീശ്വരവാദിയും ഒരു ശാസ്ത്രപ്രേമിയുമായിരുന്നു. मैं एक निरीश्वरवादी और वैज्ञानिक का प्रेमी था. എന്റെ വിഷയം ഫിസിക്സ് ആയിരുന്നു കോളേജിൽ. विषय फिजिक्स था. അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കൂടുതൽ ഇഷ്ടം. मैं इस प्रकार के विषयों से ज्यादा दिलचस्पी रखता था. പക്ഷെ എനിക്ക് ഈ ബൈബിളിനോട് ഭയങ്കര ആകർഷകത്വം തോന്നി. എന്തുകൊണ്ടാണെന്നറിയാം? मगर मुझे इस बाइबल से, परमेश्वर के वचन से इतना पसंद क्यों आया आप जानते हो? ഇത്രയും മനോഹരമായിട്ട് മനുഷ്യനെ വ്യാഖ്യാനിക്കാൻ ഒരു പുസ്തകത്തിന് ഒരു മനുഷ്യനോ സാധിക്കുന്നില്ല. इतना सुंदर रीति से एक मनुष्य के बारे में समझाने के लिए कोई व्यक्ति से या कोई और पुस्तक से नहीं हो सकता है. ഇപ്പൊ ആ എതിർ ശക്തിയെ കുറിച്ച് പറഞ്ഞത് കറക്റ്റ് അല്ലേ? നമ്മൾ എന്ത് ചെയ്താലും അതിനെതിരെ ഒരു ശക്തി വരും. ഞാൻ എക്സാമ്പിൾ പറയാം. उस विपरीत या हमारे विरुद्ध आने वाली उस शक्ति के बारे में कितना सुंदर रीति से कहा, वो सही है ना? मैं एक उदाहरण में आपसे कहूंगा. നിങ്ങൾ ഒരാൾക്ക് ഒരു 10 രൂപ കൊടുത്തു വിചാരിച്ചോ. आप मान लीजिए एक व्यक्ति को 10 रुपया दिया വേറൊരാൾക്ക് ഒന്നും കൊടുത്തില്ലെന്ന് വെച്ചോ. और दूसरा एक व्यक्ति को आपने कुछ नहीं दिया. രണ്ടുപേരും നിങ്ങളുടെ വഴക്കുണ്ടാക്കി. दोनों ने आपसे झगड़ा किया. ആരോടായിരിക്കും കൂടുതൽ ദേഷ്യം? आपको किसके प्रति ज्यादा गुस्सा होगा? നിങ്ങളുടെ ഇന്ന് 10 രൂപ മേടിച്ച ആളോടാണോ അതോ മേടിക്കാത്ത ആളോടാണോ? ആര് വഴക്കുണ്ടാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം? आपसे जिसने 10 रुपया लिया उससे, या फिर जिसको आपने कुछ नहीं दिया वो आपसे झगड़ा करेगा तो आपके अंदर ज्यादा गुस्सा पैदा होगा. പൈസ മേടിച്ച ആൾ വഴക്കുണ്ടാക്കുമ്പോഴാണ് വിഷമം അല്ലേ? जिसने पैसा लिया वो जब झगड़ा करेगा तब आपको ज्यादा खराब लगेगा या बुरा लगेगा. അങ്ങനെ क्यों? कारण क्या है? പൈസ അങ്ങോട്ട് കൊടുത്തപ്പം पैसा उसको दिया. അപ്പൊ വലിയൊരു കുഴപ്പം സംഭവിച്ചായിരുന്നു. എന്റെ ലൈറ്റ് പോയി, ഇപ്പൊ വരുവേ. एक बड़ा समस्या हो गया. ഓക്കെ, കറണ്ട് പോയതാ. ഇത്ര മതിയല്ലോ. ഓക്കെ, ആ 10 രൂപ കൊടുത്തപ്പം എന്റെ മനസ്സിനകത്ത് വേറൊരു ഫോഴ്സ് ഉണ്ടായി. എന്താണെന്നറിയോ? जब 10 रुपया मैंने उसको दिया तो मेरे अंदर एक दूसरा विचार आया. क्या जानते हो? 10 രൂപ വാങ്ങിച്ച അവൻ എന്നെ ബഹുമാനിക്കണം. 10 रुपया जिसको मैंने दिया वो मेरा आदर करना है. അവൻ എന്നോട് നന്ദിയുള്ളവനായിരിക്കണം. वो मेरे प्रति धन्यवाद के भावना वाला होना चाहिए. നിങ്ങൾ ആർക്ക് എന്ത് കൊടുത്താലും നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു കൊതി വരും അവന്റെ ബഹുമാനം വാങ്ങിക്കാൻ. आप किसी को भी कुछ भी जब भी देते समय आपके अंदर इस प्रकार की एक भावना उत्पन्न होगी कि उसके आदर आप ले सके. മനസ്സിലായോ? എന്ത് ചെയ്താലും आप कुछ भी क्यों ना करें, എന്ത് ചെയ്താലും അതിനൊരു എതിർ ശക്തി നമ്മുടെ ശരീരത്തിൽ പോരടിച്ചുകൊണ്ടിരിക്കും. हम कुछ भी क्यों ना करें मगर उसके विपरीत एक शक्ति हमारे विरुद्ध काम करता रहता है. അത് ദൈവത്തോടാണെങ്കിലും കണക്കാ. वो परमेश्वर के प्रति भी बराबर रहता है. എന്താ കാര്യം എന്നറിയോ? कारण क्या जानते हो? ഈ മലയാളികളെങ്കിലും ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും. അവൻ ആർക്കും കടക്കാരനല്ല. मलयाली लोगों ने भी इस प्रकार की गीत सुना होगा कि वो किसी का भी कर्जदार नहीं है. ദൈവം परमेश्वर. എന്താ പാടുന്നറിയോ? क्यों गीत गाते हैं आप जानते हो? ഞാൻ ചെറുപ്പകാലത്ത് അവന്റെ ട്രാക്ട് എടുത്ത് ബൈബിൾ എടുത്ത് നടന്നതാണ്. അതിന്റെ കൗണ്ടർ ഫോഴ്സ്, എതിർശക്തി എന്റെ ഉള്ളിലുണ്ട്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഞാനത് പകരം മേടിച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ. ഇതാണ്. मेरे बचपन में मैं ट्रैक्ट लेकर उसके लिए बहुत सेवकाई किया. उसके विपरीत जो भलाई मुझे लेना है वो मैं उसके हाथ से लेकर ही रहूंगा, यहाँ से जाऊंगा. തിരിച്ചു വേണം ബഹുമാനം, ആദരവ്, അംഗീകാരം. और हम चाहते हैं कि इस प्रकार आदर और हमें अन्य लोग स्वीकार करें, उस प्रकार की बातें हमारे अंदर उत्पन्न होती है. ശരിയാണോ ഞാൻ പറഞ്ഞത്? എന്ത് സൽപ്രവൃത്തി അതിനെതിരെ ഒരു കൗണ്ടർ ഫോഴ്സ് ഉണ്ട്. ഒത്തിരി എക്സാമ്പിൾസ് പറയാനുണ്ട്, പക്ഷെ ഇത് ശാസ്ത്രീയമായി സത്യമാണ്.
we can never become good. और मैं ये बात कहता हूँ, आप समझ गए होंगे कि कुछ भी बात हम करते हैं उसका एक हम उद्देश्य रखते हैं, या एक बात हम इस प्रकार इच्छा रखते हैं, और कोई भी बात हम करते हैं उसका एक विरुद्ध शक्ति होता ही है। നമുക്ക് എന്താ ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റാത്തത്? हम इसमें क्यों बच नहीं पाते हैं? നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ജഡമാണ്, അല്ലെ? കേട്ടില്ലേ? ശരീരമാണ്, ജഡമാണ്. हमारे सबसे बड़ा विरोधी या शत्रु जो है, दुश्मन जो है, वो हमारा शरीर है। എന്നിട്ട് നമുക്ക് എന്താ രക്ഷപ്പെടാൻ പറ്റാത്തത്? और हम इसमें से क्यों बच नहीं पाते हैं? കാരണം ഈ ജഡത്തിൽ തന്നെ നമ്മൾ വസിക്കുന്നു, തീരുമാനം എടുക്കുന്നു, ഇതിനെ വെറുക്കുന്നതും എല്ലാം ജഡത്തിൽ തന്നെ. क्योंकि हम निर्णय लेते हैं, इसका विरुद्ध काम करते हैं, जो भी निर्णय हम लेते हैं वो सब इस शारीरिक अवस्था में हम लेते हैं। അത് വണ്ടിക്കകത്തിരുന്ന് വണ്ടി തള്ളുന്ന പോലെയാ. और वो गाड़ी के अंदर बैठकर गाड़ी को धकेलते हैं, उसी प्रकार है। വണ്ടിക്കകത്തിരുന്ന് വണ്ടി തള്ളിയാ വണ്ടി പോവോ? क्या गाड़ी के अंदर बैठकर आप गाड़ी धकेलेगा तो गाड़ी जाएगा? പോവോ? या അത് आगे ന്യൂട്ടന്റെ നിയമമാണ്, പോവില്ല. वो एक नियम है, वो गाड़ी आगे नहीं बढ़ेगा। മുമ്പോട്ട് തള്ളുമ്പോൾ വണ്ടി പുറകോട്ട്, നമ്മുടെ ബോഡി കൊണ്ട് പുറകോട്ട് തള്ളും. മുമ്പോട്ട് കൈ കൊണ്ട് തള്ളുമ്പോൾ നമ്മുടെ ബോഡി കൊണ്ട് പുറകോട്ട് തള്ളും. हम जब गाड़ी को हमारे हाथ से आगे की ओर बढ़ाएंगे तब हमारे शरीर से हम उसको पीछे खींचेंगे। സമ്മതിച്ചോ? ശരിയാണോ? सही है, आपने मान लिया। അതുകൊണ്ട് നമ്മുടെ ജഡത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് ജഡത്തെ തള്ളി മാറ്റാൻ നോക്കിയാൽ ജഡം എങ്ങോട്ടും പോകില്ല. തീരുമാനം എടുക്കുന്ന ഒന്നും എല്ലാം ഈ ജഡത്തിൽ തന്നെ. हम शरीर के अंदर रहकर शरीर के अंदर से हम निर्णय लेते हैं तो हम सफल नहीं हो पाएंगे, हम ऐसे कैसे रहेंगे? അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, രക്തത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല. ജഡത്തിന് ഇതിനെ ഈ പഴയതിനെ ഉന്തി മാറ്റാൻ പറ്റത്തില്ല. और इसीलिए यूहन्ना के सुसमाचार में हमने पढ़ा कि इसको हम शरीर से इसके इच्छाओं को हम उतार के नहीं बदल सकते हैं, അതിനെ നന്നാക്കാനും പറ്റില്ല. और उसे हम सही नहीं कर पाएंगे। അതുകൊണ്ട് കർത്താവ് പറഞ്ഞ പഴയ തുരുത്തിയിലേക്ക് പുതിയതൊന്നും കേറില്ല. और इसलिए मसीह ने कहा कि पुरानी कुप्पी में नए बातें नहीं डाल सकते हैं। ഓക്കെ, അതുപോലെ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞു ഒഴിക്കാൻ പറ്റത്തില്ല. और इसी प्रकार पुराने उस कुप्पी में പഴയ തുണിയോട് കൂടി പുതിയ ചേർത്ത് തുന്നാൻ പറ്റത്തില്ല. पुराने कपड़े के साथ नया कपड़ा सील नहीं सकते हैं। എല്ലാം പഴയതും ഉപേക്ഷിക്കേണ്ടി വരും. सारे पुराने बातें को हमें इनकार करना पड़ेगा। തീരുമാനം എടുത്ത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. निर्णय लेकर हम उसको इनकार नहीं कर सकेंगे। കൗണ്ടർ ഫോഴ്സ് ഉണ്ടാവും, എതിർശക്തി ഉണ്ടാവും. उसके विपरीत विरुद्ध शक्ति काम करेगी। ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായിരിക്കും പറയുന്നറിയോ? കർത്താവിന് വേണ്ടി ഞാൻ അതെല്ലാം വിട്ടുകളഞ്ഞ. അത് ആരോട് പറഞ്ഞില്ലെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ കിടക്കും, കൗണ്ടർ ഫോഴ്സ് ഇങ്ങനെ കിടക്കും. और हम सब करने के बाद, हम निर्णय लेने के बाद हम क्या कहेंगे कि हमने परमेश्वर के लिए बहुत सब बातें हमने छोड़ दिया। हम नहीं कहेंगे, फिर भी उस विचार हमारे अंदर इस प्रकार വിട്ടുകളയാൻ എളുപ്പമൊന്നുമല്ല. നമ്മൾ ഒരിക്കൽ പഠിച്ച പാഠങ്ങൾ വിട്ടുകളയാൻ എളുപ്പമല്ല. हमने जो एक बार पाठ सीखा है उसे छोड़ना इतना आसान नहीं है। ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. मैं फिर एक सवाल आपसे पूछता हूँ, പഠിക്കുന്നതാണോ എളുപ്പം, മറക്കുന്നതാണോ എളുപ്പം? क्या सीखना आसान है या भूलना आसान है? നിങ്ങൾ ചിലരെങ്കിലും പഠിക്കുന്നതല്ല മറക്കുന്നതാണ് എളുപ്പം, പെട്ടെന്ന് ഞങ്ങൾ മറന്നു പോവാണ്, പഠിക്കാൻ ഒത്തിരി പാടാണ് എന്നായിരിക്കും പറയുന്നത്. आप में से कुछ लोग तो ऐसे कहते होंगे कि सीखना आसान नहीं है, भूलना आसान है करके कहते होंगे। പക്ഷെ അങ്ങനെയല്ല. मगर ऐसे नहीं है। വലിയ വലിയ കാര്യങ്ങളിലൊക്കെ അത് ശരിയായിരിക്കും, പക്ഷെ ലോകത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ മറക്കാൻ നമുക്ക് പറ്റില്ല. बड़ी बड़ी बातों में वो हो सकता है सही होगा, मगर इस सांसारिक बातों में, सांसारिक के मूल्य बातों में हम कुछ बातों को भूल नहीं पाएंगे। ഓക്കെ, അപ്പൊ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ നമുക്ക് മറക്കാൻ പറ്റില്ല. इस संसार के प्रथम पाठों को हम भूल नहीं सकेंगे। ആദ്യ പാഠങ്ങൾ, प्रथम पाठ, ഒരു എക്സാമ്പിൾ പറയട്ടെ. एक उदाहरण मैं कहूंगा। നിങ്ങൾ ചെറുപ്പത്തിൽ 5, 3, 8 എങ്ങനെയാ കണ്ടുപിടിച്ചത്? आपने बचपन में 5 के साथ 3 मिलाएगा तो 8 है करके कैसे ढूंढ निकाला, कैसे सीखा? കഷ്ടപ്പെട്ടല്ലേ വിരലിൽ കൂട്ടി കൂട്ടി? आपने
इस प्रकार उंगलियों में गिनती करते करते बहुत सीखा। 7 8 എത്രയാന്ന് എങ്ങനെ കണ്ടുപിടിച്ചത്? 7 गुणित 8 कितना है करके कैसे ढूंढ निकाला? ഒത്തിരി കഷ്ടപ്പെട്ടു. കയ്യിലെയും കാലിലെയും വിരലുകളും ഒക്കെ കൂട്ടിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ ആണ് 15 കണ്ടുപിടിച്ചത്. और इस प्रकार बहुत मेहनत करके आपने हाथ के और पैरों के उंगलियों को मिलाकर सीख कर ढूंढ निकाला। ഭയങ്കര പാടല്ലായിരുന്നോ? बहुत मेहनत किया होगा। പക്ഷെ ഇനി മറന്നു നോക്കിയെന്ന്. मगर अभी देखिए जरा भूलने का कोशिश कीजिए, മറക്കാൻ പറ്റില്ല. आप भूल नहीं पाओगे। 5 3 എത്രയാ? 5 से 3 मिलाएंगे तो कितना है? നാളെ വരുമ്പോ നിങ്ങൾ എല്ലാവരും അത് മറന്നിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞാൽ പറ്റുമോ? कल आएंगे तब आप सब ये 5 + 3 कितना है करके भूल कर आएंगे, आना है करके मैं कहूंगा तो आप आ पाओगे? ഇല്ല. नहीं। അപ്പൊ ദൈവരാജ്യത്തിലേക്ക് പുതുതായിട്ട് ജനിക്കാൻ ഏറ്റവും വലിയ പാടെന്താണെന്നറിയോ? ഈ പഴയ മനുഷ്യൻ അത് മറക്കൂല്ല, പോകൂല്ല, അത് എതിർശക്തി ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യും. परमेश्वर के राज्य में प्रवेश करने के लिए सबसे कठिन बात क्या है? पुराने नियम को पुराने शरीर को हमें निकालना है, उसे भूलना है। वो हमसे होगा भी नहीं। वो हमारे अंदर इस प्रकार विपरीत शक्ति पैदा करके इस प्रकार राज करता रहता है। അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യും? तब परमेश्वर की आत्मा क्या करती है? കർത്താവിന്റെ പരിപാടി എന്താ? കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നത് ഈ പഴയതിനെ? मसीह का काम क्या है? मसीह इस पुराने बात से क्या करेगा? നിർമ്മല ജലം തളിക്കും. वो निर्मल जल को छिड़काएगा। എന്തിനാ? क्यों? ഇതെല്ലാം തൂത്തുപറക്കി കളയാൻ വേണ്ടി. ये सब शुद्ध करने के लिए, हटा के फेंकने के लिए। എത്ര ശക്തി തളിക്കേണ്ടി വരുമായിരിക്കും ഇതെല്ലാം പോകണമെങ്കിൽ? ये सब हटाने के लिए कितना जोर से उस पानी को छिड़कना पड़ेगा। അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിക്കോദമോസിനോട് കർത്താവ് പറഞ്ഞത്, നീ മരണത്തിൽ എന്നോട് സദൃശപ്പെടാതെ, അല്ലാതെ നിനക്കിത് ഒരിക്കലും കഴിയില്ല. വെള്ളം അത് എന്താന്ന് റോമാലേഖനത്തിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവന്റെ പഴയ മനുഷ്യനെ ഒഴുക്കി കളയുന്ന പോലെ നിർമ്മല ജലം അവന്റെ മേൽ തളിച്ച് അവനെ ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ അവനെ വീണ്ടും ജനിപ്പിക്കും. और इसीलिए निकोदेमुस से मसीह कहता है कि तू तुम्हारे पुराने उस शरीर को जब तक नहीं निकालेगा तो परमेश्वर के राज्य में प्रवेश नहीं करेगा। उस जल के बारे में रोमियो के पत्री में फिर एक बार कहता है कि वो उस जिस प्रकार जल में उस बातों को बहा देता है, उसी प्रकार हमारे शरीर की बातों को उस पानी में बहा देना चाहिए। ഓക്കെ, അപ്പോൾ ശരിക്കും ആത്മാവ് ഉയരത്തിൽ വന്ന് നമ്മളെ ജനിപ്പിക്കുമ്പം എന്തുണ്ടാകണം? യോഹന്നാനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകളയണം. കാരണം ദൈവം രാജാവായി വരാൻ പോവുകയാണ്. और जब मन फिराना कहता है तब अर्थात क्या होता है? ऊपर से जब आत्मा हमारे अंदर आती है तब हम अपने आप को छोड़ देना चाहिए, तब हम मन फिरा जाते हैं। परमेश्वर हमारे अंदर राज करने वाला है। അപ്പൊ ശരിക്കും വെള്ളത്തിൽ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ മേൽ നിർമ്മല ജലം തളിക്കുന്ന അനുഭവമാണ്. और एकदम सही रीति से पानी का अनुभव क्या है? हमारे ऊपर उस निर्मल जल छिड़कने का अनुभव है। എസെക്കിയേലിന്റെ ബാക്കി കൂടെ വായിക്കാം. 36 25 26 27. इस एसेकिएल के पुस्तक 36वीं अध्याय उसकी 25 26 और 27। मैं तुम पर शुद्ध जल छिड़काऊंगा और तुम शुद्ध हो जाओगे, और मैं तुमको तुम्हारी सारी अशुद्धता और मूर्तों से शुद्ध करूंगा। मैं तुमको नया मन दूंगा और तुम्हारे भीतर नई आत्मा उत्पन्न करूंगा, और तुम्हारे देह में से पत्थर का हृदय निकाल कर तुमको मांस का हृदय दूंगा। और मैं अपना आत्मा तुम्हारे भीतर देकर ऐसे करूंगा कि तुम मेरे विधियों पर चलोगे और मेरे नियमों को मानकर उनके अनुसार करोगे। എന്താണ് ആ വാക്യം? इस वचन क्या है? രണ്ട് കാര്യങ്ങളല്ലേ? വെള്ളത്താൽ കഴുകിയിട്ട് അവൻ അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകരും, പുതിയ ജീവൻ. वो पानी से जल से हमें धोकर उसकी आत्मा को हमारे अंदर उंडेलेगा। ആ ആത്മാവാണ് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുന്നത്. उस आत्मा हमें परमेश्वर की संतान होकर बदलता है। ഇന്ന് നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ച കർത്താവേ എനിക്ക് നിന്റെ മകനാകാൻ ആഗ്രഹമുണ്ട് നിലവിളിച്ച കർത്താവ് തീർച്ചയായിട്ടും ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തരും. आज अगर आप परमेश्वर से पुकारेंगे कि हे परमेश्वर मुझे मन फिराना है, तो उस जरूर परमेश्वर उस पुत्रत्व की आत्मा आपके अंदर उंडेलेगा। നമുക്ക് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे।
ഞങ്ങളുടെ കർത്താവേ, हमारे അങ്ങയുടെ स्वर्गीय ജീവന് വേണ്ടിയുള്ള ദാഹം ഞങ്ങളുടെ ഉള്ളിൽ നൽകണമേ. ദാഹിക്കുന്ന ഏവർക്കും സമൃദ്ധിയായിട്ട് കൊടുക്കാൻ അങ്ങേക്ക് പറ്റും. കർത്താവെ, ഞങ്ങൾക്ക് പലപ്പോഴും അങ്ങയുടെ ജീവനോട് ദാഹമില്ല. കർത്താവെ, ഞങ്ങളത് ഉത്കടമായി ആഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ജനനം, ആത്മാവിനാൽ ഒരു പുതിയ ജനനം, ആത്മാവിന്റെ എല്ലാ സമ്പത്തിനാലും കൃപാവരങ്ങളാലുമുള്ള ഒരു ജീവിതം ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. आमेन।